വൈകേടെക് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പിക്സൽ നമ്മൾ മുമ്പേ പരിചയപ്പെട്ട പിക്സൽ ആപ്ലിക്കേഷനിൽ എങ്ങനെ ഒരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കാം, അഥവാ വർക്ക്ഷീറ്റിൻ്റെ പൂർണ്ണ രൂപം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എളുപ്പത്തിൽ നമുക്കത് മൊബൈലിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളതിന് പിക്സൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം പിക്സൽ ഒന്ന് സൈസ് സെറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈസിൻ്റെ ഓപ്ഷൻ വരും. ഓക്കെ, ഒരു സൈസ് എടുക്കുക. നമ്മളതിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിൻ്റെ സൈസ് കിട്ടും. അതിൽ 10:14 എന്നുള്ളൊരു സൈസാണ് ഞാൻ എടുക്കുന്നത്. സൈസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ഇമേജ് ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഇമേജ് കൊണ്ടുവന്നതിന് ശേഷം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കളർ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് മാറ്റുന്നു, ഹ്യൂ ഒന്ന് മാറ്റുന്നു. ശേഷം ഒരു ഷേപ്പ് കൊണ്ടുവരുന്നു. അതിൻ്റെ റേഡിയസ് ഒരു 16% ആക്കി അതൊന്ന് ഏകദേശം ഒന്ന് വലിപ്പം കൂട്ടി സെറ്റാക്കി വെക്കുന്നു. പൊസിഷനൊക്കെ ഒന്ന് സെൻട്രലൈസ് അലൈൻമെൻറ്റ് ചെയ്ത് വെച്ച് വെക്കുന്നു. അത് കോപ്പി ചെയ്തിട്ട് മറ്റൊരു ഷേപ്പ് കൂടി എടുക്കുന്നു. ആ ഷേപ്പ് ഒന്ന് ക്രോപ്പ് ചെയ്ത് വെക്കാം. അതിൻ്റെ കളറൊന്ന് മാറ്റിയതിന് ശേഷം ക്രോപ്പ് ചെയ്ത് വെക്കാം. ക്രോപ്പ് ചെയ്ത് ഏകദേശം മേലെ ഭാഗത്തായിട്ട് ഒന്ന് ജസ്റ്റ് അതിന് ഒത്ത രീതിയിലൊന്ന് റിലേറ്റീവ് പൊസിഷൻ ഒന്ന് സെൻട്രലായിട്ട് വെക്കുന്നു. ഓക്കെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ വലിപ്പം ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് മറ്റൊരു ഷേപ്പ് കൊണ്ടുവരണം. ആ ഷേപ്പിന് നമ്മളെ റേഡിയസ് ഫുള്ളാക്കി 100% റേഡിയസ് ആക്കി കൊടുത്ത് അത് നമ്മളെ ഇതിൻ്റെ മേലെ ഭാഗത്ത് വെക്കുന്നു. നമ്മളെ ഇമേജിൻ്റെ ടോപ്പ് ഭാഗത്ത് മറ്റു ഷേപ്പുകളുടെയൊക്കെ മുകളിലായിട്ട് വെക്കുന്നു. അതിനുശേഷം മറ്റൊരു ഷേപ്പ് കൊണ്ടുവരുന്നു. അത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് അലൈൻ ചെയ്ത് വെക്കുന്നു. ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി ഫുള്ളായിട്ട് 0 വെച്ചിട്ട് അതിൻ്റെ സ്ട്രോക്കിന് കളർ കൊടുക്കുന്നു. സ്ട്രോക്ക് ഒരു വൈറ്റ് കളർ കൊടുത്ത് സ്ട്രോക്ക് എടുത്ത് ഒരു 3 പോയിൻ്റ് കൊടുക്കുന്നു. ശേഷം അത് കോപ്പി ചെയ്ത് വലത്തെ സൈഡിലേക്ക് അതൊന്ന് കോപ്പി ചെയ്ത് വെക്കുന്നു. അതേ ഷേപ്പ് തന്നെ കോപ്പി ചെയ്തിട്ട് ഷേപ്പ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കോപ്പി ചെയ്ത് നേരെ വലത്തെ സൈഡിൽ ആ ഭാഗത്തേക്കായിട്ട് കൃത്യമായി കിട്ടാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. നമ്മളതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മൂവ് ചെയ്യാനുള്ള ആ ഒരു ആരോ മാർക്ക് വെച്ചിട്ടാണ്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ലൈനിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ സാധിക്കും. നമ്മൾ വിരലുകൊണ്ട് നമ്മൾ നീക്കി കൊണ്ടുപോയിട്ട് വെക്കുകയാണെങ്കിൽ, ഡ്രാഗ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ലൈൻ നമുക്ക് കിട്ടിക്കണമെന്നില്ല. ഓക്കെ, ഇനി അതിൻ്റെ ശേഷം അടിയിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. അതിൻ്റെ കളർ ജസ്റ്റ് ഗ്രേഡിൻ്റെ കളർ കൊടുത്ത് അവിടെ ഫിക്സ് ചെയ്തു. ശേഷം നമ്മൾ ഈ ഒരു ഇമേജ് സേവ് ചെയ്യണം. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇത്ര മതി. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. സിമ്പിളായിട്ട് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തതാണ്. ഇനി ഇത് ഒന്ന് സേവ് ചെയ്യാണ്. സേവ് ചെയ്യാൻ വേണ്ടി മേലെ ഭാഗത്തുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളതൊന്ന് പ്രൊജക്റ്റായിട്ട് സേവ് ചെയ്യണം. നമുക്കിതിൽ വല്ല മാറ്റങ്ങളും വരുത്തണമെങ്കിൽ പ്രൊജക്റ്റായിട്ട് സേവ് ചെയ്യുക. അതിന് ഞാനൊരു പേര് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. പേര് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തു. ഇനി അത് ഇമേജാക്കി സേവ് ചെയ്യാണ്. ഇമേജായി അൾട്രാ മോഡലായി JPG ഫോർമാറ്റിൽ അൾട്രയായിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പിക്സലാബിൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഗാലറിയിൽ നിന്നും നേരിട്ട് പിക്സലാബിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് ബാക്ക്ഗ്രൗണ്ടായി സെറ്റ് ചെയ്ത് അതിൽ ഒരു ചോദ്യപേപ്പർ ചോദ്യങ്ങൾ കൊണ്ടുവന്ന് അത് ചോദ്യപേപ്പറാക്കി മാറ്റുന്ന ഒരു രീതിയാണ്. ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കാം. അതിനായി പിക്സലാബിൽ നമ്മൾ രണ്ടാമത് ഓപ്പൺ ചെയ്തതിന് ശേഷം പിക്സലാബിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലം നമ്മൾ നേരത്തെ സേവ് ചെയ്തത് ആ ഒരു ഗാലറിയിലേക്ക് പോയിട്ട് ഫ്രം ഗാലറി അടിച്ച് നമ്മൾ ഈ ഒരു പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ഗാലറിയിൽ പോയി അത് നമ്മൾ ഇമേജാക്കി ബാക്ക്ഗ്രൗണ്ട് ഇമേജാക്കി സെറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച കുറച്ച് ടെക്സ്റ്റുകളുണ്ട്. ആ ഒരു ടെക്സ്റ്റ് നമുക്ക് എടുത്ത് അറബി മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വെച്ച ചോദ്യങ്ങൾ മുമ്പേ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക് പേസ്റ്റ് ചെയ്യാം. നമ്മളിതിൽ നമുക്ക് വേണ്ട രീതിയിലൊക്കെ നമുക്ക് എന്താണ് വേണ്ടത് അതേ ടെക്സ്റ്റുകൾ നമുക്ക് ഇഷ്ടംപോലെ കൊണ്ടുവരാം. ഞാനൊരു ഡെമോ ആയിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഭാഗം എന്നോണം സബ്ജക്റ്റ്, അതുപോലെ തന്നെ പാഠവുമായി ബന്ധപ്പെട്ട പാർട്ട് ഇത് ഒന്ന് അതിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അത് ടൈപ്പ് ചെയ്ത് അതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ടൈപ്പ് ചെയ്ത ഭാഗം ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മേലെ ഭാഗത്താണ്. ഓക്കെ, ടെക്സ്റ്റിന് ആദ്യം നമുക്കിഷ്ടപ്പെട്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്തത് അതിൻ്റെ വലുപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം മേലെ ഭാഗത്ത് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു പൊസിഷനിൽ ആ ഒരു ഷേപ്പിൽ കൊണ്ടുപോയിട്ട് ആ ടെക്സ്റ്റ് കൊണ്ടുപോയി വെക്കാം. അതൊന്ന് ജസ്റ്റ് സെൻറ്റർ അലൈൻ ചെയ്തു
ഇനി പുതിയൊരു ടെക്സ്റ്റ് എടുക്കാം. ആ ടെക്സ്റ്റിൽ നമുക്ക് ക്ലാസിൻ്റെ ഒരു പോർഷൻ നമ്മൾ നേരത്തെ ഒരു ബോർഡറായി വെച്ച ഷേപ്പിൻ്റെ ഉള്ളിൽ ക്ലാസിൻ്റെ ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ടെക്സ്റ്റ് STD എന്ന് അടിച്ചിട്ട് ആ ഒരു ടെക്സ്റ്റ് അവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാം. നമുക്കതിൻ്റെ ഫോണ്ട് മാറ്റേണ്ടതുണ്ട്. ഫോണ്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ആ ഫോണ്ട് കൊണ്ടുവന്നു. അതിൻ്റെ വലിപ്പം ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു ഷേപ്പിനകത്തായിട്ട് വെക്കാം. ശേഷം നമുക്ക് ക്ലാസ് ഏതാണെന്നുള്ളത് അതേ ടെക്സ്റ്റിനെ നമ്മളൊന്ന് കോപ്പി ചെയ്ത് 5 എന്ന് ക്ലാസ് കൊടുക്കുന്നു. ക്ലാസ്സിൻ്റെ നമ്പർ 5 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അത് ആ STD എന്നതിൻ്റെ അടിയിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. STDയുടെ അടിയിലായിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് നമുക്ക് ഒരു യെല്ലോ കളർ കൊടുക്കാം. ഒരു യെല്ലോ കളർ അതിന് കൊടുക്കുന്നു. ഓക്കെ, ഇനി വലത്തെ സൈഡിൽ കാണുന്ന ആ ഒരു ബോർഡറായിട്ടുള്ള ഷേപ്പിൽ നമ്മൾ സ്ട്രോക്ക് മാത്രം കൊടുത്തുള്ള ഷേപ്പിൽ അവിടെ ഹോംവർക്ക് എന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, തൽക്കാലം അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതിൽ നിലവിൽ ഡേറ്റ് കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഡേറ്റൊക്കെ കൊടുക്കാം. ചെയ്യുന്നവരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഡേറ്റൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, നിലവിൽ ഇതിൽ ഈ ഒരു വർക്കിൽ നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടില്ല. നമുക്ക് ഇഷ്ടപ്രകാരം നമ്മൾ ഇഷ്ടപ്പെട്ട ഡിസൈൻ അനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ ഈ ഒരു വർക്കിൻ്റെ മെയിൻ ഹെഡിങ് കൊടുക്കാം. അതിനായിട്ട് ന്യൂ ടെക്സ്റ്റ് എടുത്തു. അതിൽ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു അറബി മലയാളത്തിലുള്ള ആ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്തു. ശേഷം അതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റണം. ഞാൻ അതിനായിട്ട് സെലക്ട് ചെയ്യുന്ന മജല്ല ബോൾഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. മജല്ല ബോൾഡ് സെലക്ട് ചെയ്തു. ഓക്കെ, അതൊന്ന് സെൻറ്റർ അലൈൻ ചെയ്ത് ഫിക്സ് ആക്കി വെച്ചു. ഓക്കെ, ഇപ്പോൾ മേലെ ഭാഗത്തുള്ള പണികൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ചോദ്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാം. ചോദ്യങ്ങൾ ആദ്യമായിട്ട് ഖുർആനിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഖുർആൻ്റെ ഒരു ടെക്സ്റ്റ്, ഒരു ടൈറ്റിൽ ഖുർആൻ്റെ സബ് ടൈറ്റിലായിട്ട് കൊടുക്കാം. അതിന് ന്യൂ ടെക്സ്റ്റ് എടുത്തു. അതിൽ ഖുർആൻ എന്നുള്ളത് കോപ്പി ചെയ്തു. ഓക്കെ കൊടുത്തു. ശേഷം അതിന് കളറൊന്ന് ചേഞ്ച് ചെയ്യുക. കളറൊന്ന് റെഡ് കളറായിട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഫോണ്ട് നോർമലായിട്ട് വരുന്ന ഫോണ്ടാണത്. മജല്ല തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പൊസിഷൻ സെറ്റായിട്ട് ഒരു സൈഡിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അതിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാം. ആ ഒരു ചോദ്യവും കോപ്പി ചെയ്ത് നമ്മൾ പിക്സൽ ലാബിലേക്ക് കൊണ്ടുവന്നു. ന്യൂ ടെക്സ്റ്റ് എടുത്തു. അതിലേക്ക് നമ്മൾ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ഇനി അതിൻ്റെ കളർ ഒന്ന് മാറ്റണം. നോർമലി ആ കളർ വൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിന് കളർ ബ്ലാക്ക് കളർ കൊടുക്കുന്നു. ശേഷം ഫോണ്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതുപോലെ മജല്ലയുടെ നോർമൽ മജല്ല ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതൊന്ന് ജസ്റ്റ് ആ ടെക്സ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെക്കുന്നു. ശേഷം അടുത്ത ലൈന് നമുക്ക് വേണ്ട അടുത്ത ലൈന് കോപ്പി ചെയ്യുന്നു. നമുക്ക് ഡയറക്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്യാനും കഴിയും. നേരത്തെ ചോദ്യം ടൈപ്പ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇത് കോപ്പി ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ അറബി മലയാളം പോലത്തൊക്കെ ഇതിൽ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയും. ഡയറക്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ന്യൂ ടെക്സ്റ്റ് എടുത്ത് അതിൽ എഡിറ്റ് ചെയ്ത് അതിൽ തന്നെ ടൈപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ആ ഖുർആനൊന്ന് കോപ്പി ചെയ്ത് അതിൻ്റെ ജസ്റ്റ് ആ ടെക്സ്റ്റ് ഒന്ന് മാറ്റി വേറൊരു ടെക്സ്റ്റ് ആക്കുന്നു. ഉത്തരം എഴുതുക എന്നൊരു ടെക്സ്റ്റ് അതിലേക്ക് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഉത്തരം എഴുതുക എന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ അതിലേക്ക് വേണ്ട മറ്റ് ചോദ്യങ്ങൾ കൂടി ആഡ് ചെയ്യുന്നു. അതിലേക്ക് വേണ്ട ചോദ്യങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം ന്യൂ ടെക്സ്റ്റ് എടുത്ത് അതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ മുമ്പ് ചെയ്ത ഒരു ടെക്സ്റ്റ് ബോക്സ് കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്താലും മതിയാകും. ഓക്കെ, അതിൻ്റേതായ ഒരു പൊസിഷൻ കണ്ട് ഒന്ന് സെറ്റാക്കി വെക്കുന്നു. നമുക്കിഷ്ടമുള്ള രീതിയിൽ കളറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റിനകത്ത് തന്നെ വ്യത്യസ്ത കളറുകളൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണിത്. ഞാനിപ്പോൾ ആ ഒരു നമ്പറിന് മാത്രം വേറൊരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ശേഷം ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്. അതുകൂടി കോപ്പി ചെയ്ത് കൊണ്ടുവരുന്നു. കോപ്പി ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് നമ്മളെ ചോദ്യം സെറ്റായതിനു ശേഷം അത് ഓക്കെ കൊടുക്കാം. വല്ല എഡിറ്റിംഗ് കൊണ്ട് അവിടെ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാം. മേലെ ഭാഗത്ത് ഓക്കെ കാണുന്നത് ഓക്കെ കൊടുക്കുക. നമുക്കത് അതിന് വേണ്ട പൊസിഷൻ കണ്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയുമാണ് നമ്മളെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഈ കോഡ് FML എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ മലയാളത്തിലൊരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മദ്രസയുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കണം. ടൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കോഡ് നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ന്യൂ ടെക്സ്റ്റ് എടുത്തത് പേസ്റ്റ് ചെയ്യുന്നു. അതിന് വേണ്ട ഒരു ഫോണ്ട് എൻ്റെ കയ്യിലുള്ള മൈ ഫോൺസ് പോയി ഒരു ഫോണ്ട് എടുക്കുന്നു. അതൊന്ന് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. നമ്മളെ
മദ്രസയുടെ പേര് കൊടുക്കാൻ പറ്റിയൊരു ഭാഗമാണ് നമ്മളവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഇത്രയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അവസാനം ഇത് സേവ് ചെയ്യുക. JPG ഫോർമാറ്റിൽ അൾട്രയായിട്ട് തന്നെ സേവ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വർക്ക് കൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.